കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രം പുറത്തുവിട്ട എക്സിറ്റ് പോള് എക്സിറ്റ് പോളല്ല സർവേ എലക്ഷൻ സർവേ പ്രകാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM നയിക്കുന്ന ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മൂന്നാം വട്ടം അധികാരത്തിൽ വരും. 104 മുതൽ 120, അത് ഇത്തിരി കൂടിപ്പോയോ എന്ന് ഞാൻ വരെ ചിന്തിച്ചു. 104 മുതൽ 120 സീറ്റ് വരെ നേടും എന്ന് അവരുടെ എക്സിറ്റ് പോളിൽ വന്ന ഒരു വാർത്ത. എനിക്ക് വ്യക്തിപരമായിട്ട് അത്രം ഇതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഇടത് തരംഗം കേരളത്തിൽ നിലകൊള്ളുന്നു. ഞാൻ ചാലക്കുടി പ്രദേശത്ത് ഞങ്ങളിപ്പോൾ ഒരു 70 വീട്ടുകാരുണ്ട്. 70 ഞങ്ങൾ വീട്ടുകാർ ജീവിക്കുന്ന, അതായത് തലമുറകളായിട്ട് ജീവിച്ചു പോരുന്നൊരു പ്രദേശത്തു നിന്നാണ്. കത്തോലിക്ക വിഭാഗമാണ്. അപ്പൻ കോൺഗ്രസ്, അപ്പാപ്പൻ കോൺഗ്രസ്, അതിലും മേലെ കോൺഗ്രസ്, അങ്ങനെ ഒരു കോൺഗ്രസ് ചുറ്റുപാടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നിരുന്നാൽ കൂടി നമ്മളൊരു ഇതിൽ നിന്ന് പുറത്ത് ചാടി അവരായിരുന്നത് കൊണ്ട് നമ്മളതിനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നിലപാടുകൾ പറയുക എന്നുള്ളത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇടത് തരംഗം കേരളത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പം ഞാനിപ്പോൾ ഇതിൽ നിന്ന് നേതൃത്വ നിരയിലൊക്കെ ഉള്ളവരൊക്കെ കുറച്ച് ആൾക്കാർ കുടുംബത്തിലുണ്ട്. അപ്പോൾ അവരുമായിട്ട് വാദിക്കുമ്പോൾ അവർക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരും, കോൺഗ്രസ് ജയിക്കും, ഐക്യജനാധിപത്യ മുന്നണി വരുമെന്നാണ്. അപ്പോൾ വാദപ്രതിവാദങ്ങൾ ഞാൻ പറഞ്ഞു, ഇടത് ട്രെൻഡ് നിലനിൽക്കാണ്. നമുക്കത് ഇപ്പോൾ എനിക്ക് ശ്രീ പിണറായി വിജയൻ വന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. അദ്ദേഹമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനല്ല, ഞാനൊരു ഇതുപോലും അല്ല, അവിടുത്തെ ആൾ പോലും അല്ല. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി നമുക്ക് അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒരു സുഖത്തിന് പറഞ്ഞോ, പക്ഷേ അവിടെ എൻ്റെ വ്യക്തിപരമായി എനിക്ക് മറ്റേ മറുനാടൻ ഷാജൻ്റെയൊക്കെ ഇത് കേട്ടപ്പോൾ ഈ 104 തൊട്ട് 120 വരെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും മറുനാടൻ ഷാജൻ ചാടി ഉറങ്ങായിരുന്നോ അതോ മുടി കളർ ചെയ്യുന്ന പോലെ തോന്നുന്നു. മുടിയൊക്കെ ആകിയതായിട്ട് അദ്ദേഹം സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു ഫ്രെയിമിലല്ല വന്നിരുന്നത്. മുടിയൊക്കെ എന്തോ കളർ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വന്നു. മാതൃഭൂമി സർവേ കണ്ടില്ലേ, അയ്യോ ഇത് മാതൃഭൂമിനെ ഞാൻ ആരാധിക്കായിരുന്നു, ഇതായിരുന്നു. പക്ഷെ അദ്ദേഹം വെളിവാക്കപ്പെട്ടത് മറുനാടൻ്റെ തനിനിറാണ്. മറുനാടൻ്റെ തനിനിറം എന്ന് പറഞ്ഞാൽ മറുനാടൻ ഏത് നേരം ഈ സംഘമിത്രങ്ങളെ, അതല്ലെങ്കിൽ BJPയെ മോഡിയെ ഒക്കെ സുഖിപ്പിക്കുന്ന ഒരു സ്വഭാവം മറുനാടനുണ്ട്. പക്ഷേ എന്നോട് പലരും പറഞ്ഞത് മറുനാടൻ ഷാജൻസ്കറിയ ഒരു നീലക്കുറുക്കനാണ്. നീലക്കുറുക്കൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മോഡിയെ സൂചിക്കുമ്പോൾ എപ്പോഴെങ്കിലും ശ്രീമാൻ രാഹുൽ ഗാന്ധിയോ അത് രാജകുടുംബത്തിൽ നിന്നുള്ള ഗാന്ധി കുടുംബത്തിൻ്റെ ഇതിൽ എന്തെങ്കിലും വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ച വ്യക്തികളുണ്ട്. ഉള്ളതാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് എന്ത് കഴിവുണ്ടായിട്ട് 5-6 വയസ്സായി കുടുംബത്തിൻ്റെ ഇത് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്നു. അത്ര വലിയൊരു സംഭാവനയൊന്നും ആ കുടുംബം ഇന്ത്യൻ മഹാദിന് ആ കുടുംബാധിപത്യം നിലനിർത്തി കൊണ്ടുവരാൻ, ജനാധിപത്യം, സോക്കോൾഡ് ഡെമോക്രസി ഓഫ് ഇന്ത്യ ഇയെ കൊണ്ടു നടക്കുക അല്ലാതെ, ഇസ്ലാമിക പ്രീണനം നടത്തി കൊടുക്കുക അല്ലാതെ വേറൊരു സംഭാവനയും ആ കുടുംബം ചെയ്തു വന്നിട്ടില്ല. അപ്പം അത്തരത്തിലുള്ളൊരു നിലപാടാണ്. അപ്പോൾ ഈ മറുനാടൻ ഷാജൻ്റെ ഉള്ളിലുള്ളത് പലപ്പോഴും കോൺഗ്രസ് നിലപാടാണ് പലപ്പോഴും. തന്നെയല്ല, അത് അദ്ദേഹത്തിൻ്റെ ജപിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ആ ബോക്സിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളാണ്. തിരുവിതാംകൂർ കത്തോലിക്കൻ, പരമ്പരാഗത കത്തോലിക്കൻ കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ ആ ഒരു ഇതിലാണ് അദ്ദേഹം, ആ ചട്ടക്കൂടിലാണ്. ഒരിക്കലും കോൺഗ്രസിന് അദ്ദേഹം ഇത് ചെയ്യില്ല. പക്ഷേ സംഘമിത്രങ്ങൾ അദ്ദേഹം സൂക്ഷിച്ച് നിർത്തും. ഒരു പക്ഷേ അദ്ദേഹത്തിന് നിയമപരിരക്ഷ ലഭിക്കുന്നതിനോ ആണോ അതോ മോഡിയുടെ ആ സപ്പോർട്ട് ലഭിക്കുന്നതിനാണോ എന്തിനു വേണ്ടിയാണെന്നറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ നിലപാട് അതാണ്. ഇത് കേട്ടപ്പോൾ മാതൃഭൂമി മാതൃഭൂമി സർവേ മാത്രമല്ല, അത് കേരള ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അവിടെ ഒരു ഇപ്പോൾ ഡീലുണ്ടെന്ന് ശ്രീമാൻ VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഡീലുണ്ട്, 10 സീറ്റിൽ ഡീലുകളുണ്ടാവും. രാഷ്ട്രീയത്തിലെ ഡീലുകൾ ഇപ്പോൾ കെ കരുണാകരൻ തൊട്ട് അല്ലെങ്കിൽ പണ്ട് മുതലേ ഡീലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പൊതുജനം അറിയില്ല എന്നുള്ളൂ ഡീൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ നേമം, പാലക്കാട്, സുരേന്ദ്രൻ, പിന്നെ മുരളീധരൻ പോലെയുള്ള സീറ്റുകളിൽ ഡീലുണ്ടാവാം. കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവനും BJPക്ക് കൊടുത്ത് BJP സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാം. അതിൽ വേറൊരു ഡീലായിരുന്നു നേമത്ത് ഉമ്മൻചാണ്ടിയാണ് രാജഗോപാലിനെ ജയിപ്പിച്ചത് എന്ന് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ്. രാജഗോപാലാണ്
ഓരോ ജഗപാലിനെ ഉമ്മൻചാണ്ടിയുടെ ഡീലിലാണ് ജയിപ്പിച്ചത്. അങ്ങനെ കുറേ ഡീലുകൾ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഇളകി. കാരണം ഈ ശ്രീമാൻ മറുനാടൻ ഷാജൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ ഞാൻ കേട്ടിരിക്കുന്നത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, SFIക്കാരനായിരുന്നു. SFI കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ള വ്യക്തിത്വമായിരുന്നു. പിന്നെ അദ്ദേഹം ലണ്ടനിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിണറായി പറഞ്ഞു, എനിക്ക് സമയമില്ല, അപ്പോൾ താങ്കളുടെ അടുത്ത് സംസാരിക്കാൻ. അന്ന് ഇറക്കി വിട്ട് അപമാനിച്ചതിൻ്റെ പേരിലുള്ള ഒരു അപകർഷാബോധം, ആ വൈരാഗ്യം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ പേരിൽ പിണറായി എന്ന് പറഞ്ഞ പേര് കേട്ടാൽ ഇദ്ദേഹത്തിന് കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ചെറിയ സ്വാധീന വലയം ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പക്ഷെ കാപ്പട്യത്തിലാണ്. അദ്ദേഹം എപ്പോഴും ആ ഒരു കാപ്പട്യം ഇപ്പോൾ പുറത്തു വന്ന വിവരം ഈ മാതൃഭൂമിയിൽ 104, 120 കേട്ടപ്പോടുകൂടി പിണറായി വീണ്ടും അധികാരത്തിൽ വരും. കാരണം പിണറായി വിജയൻ വന്ന് കയറിയിരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളാണ്. അതിനുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞു തുടങ്ങിയിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ കരിയറാണത്. വ്യക്തിവൈരാഗ്യം മാധ്യമരംഗത്ത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് മറുനാടൻ ഷാജൻ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ എന്നോടൊരു വ്യക്തി ചോദിച്ചു, ഞാൻ ഒരു കാലഘട്ടത്തിൽ മീഡിയ വണ്ണിനെ ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങളെ വ്യക്തികളെ ഇത് വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, നിനക്ക് വ്യക്തിവൈരാഗ്യം? ഞാൻ പറഞ്ഞു, നാളെ സാദിഖ് അലി തങ്ങളുടെ അടുത്ത് ഇരുന്ന് കൂടിയിരുന്ന് ചായ കുടിക്കണം, ഞാൻ ചായ കുടിക്കും. അതല്ലെങ്കിൽ ഷാജൻ സ്കറിയയുടെ കൂടിയിരുന്ന് ചായ കുടിക്കണം, ഞാൻ ചായ കുടിക്കും, സംസാരിക്കും. അതല്ല, പക്ഷെ വിമർശിക്കേണ്ടത് വിമർശിക്കും. താങ്കൾ ശ്രീമാൻ മറുനാടൻ ഷാജൻ്റെ നീലക്കുറുക്കൻ തന്നെ ഞാൻ വിളിക്കാം. കാരണം താങ്കൾ കാണിക്കുന്നത് കാപ്പട്ടിയാണ്. കാപ്പട്ടി എന്ന് പറയുന്നത് BJPയുടെ കൂടെയാണെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നു. ഒപ്പം പിണറായിയായിട്ടുള്ള വ്യക്തിവൈരാഗ്യം എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പിണറായി വിജയനോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എൻ്റെ ആശാനായ മാത്യു സാമുവലിനെയൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. കാരണം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അവർ തമ്മിലുള്ള കാര്യങ്ങളാണ്. ഞാൻ പലതും കേട്ടത്, ആശാനോട് പലതും പറഞ്ഞതൊക്കെ അത് എവിടെയെങ്കിലും പോട്ടെ. പക്ഷേ അത് ഞാൻ പുറമേ വിളിച്ച് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ മറുനാടൻ ഷാജൻ വ്യക്തമായിട്ട് പറയണം, സംഘമിത്രങ്ങളെ പറ്റിക്കുകയല്ലേ. ഒപ്പം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കുടുംബാധിപത്യത്തിൽ വിശ്വസിക്കരുത്. താങ്കളുടെ പാരമ്പര്യ കത്തോലിക്ക സഭയിൽ നിന്ന് പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് പാർട്ടി എന്ന ആ ഒരു ചിന്താഗതി നിന്ന് വിഭിന്നമായിട്ട് താങ്കൾക്ക് കൂടുതലായിട്ട്, അതായത് നാടിൻ്റെ ട്രെൻഡാണ് ഇപ്പോൾ താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന സർവേ മുഴുവനും കോൺഗ്രസ് ജയിക്കുന്നു പറഞ്ഞൊരു സർവേ ഉണ്ടാക്കി കൊണ്ടുവന്നേക്കാം. താങ്കളുടെ ഉറ്റ സുഹൃത്തായിരുന്നു സാബു M ജേക്കബ്. അവിടെ വരെ വെട്ടി താങ്കൾ. കാരണം സാബു M ജേക്കബിന് നല്ല പ്രതിച്ഛായ 2020 20 സീറ്റുണ്ട്. എറണാകുളം ജില്ലയിലൊക്കെ നല്ല പ്രതിച്ഛായ ഉണ്ട്. അപ്പോൾ റിസൾട്ട് വരുമ്പോൾ താങ്കൾ പലപ്പോഴും പറഞ്ഞിട്ട് തിരുവഞ്ചൂരിനെ പറ്റിയൊക്കെ, കോട്ടയം ജില്ലേനെ പറ്റിയൊക്കെ ഇത് പറഞ്ഞപ്പോൾ താങ്കൾ മാധ്യമ പ്രവർത്തനം നിർത്തുമെന്ന്. നമ്മൾ കാത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നില്ല, എൻ്റെ അനുമാനം പ്രകാരം 80-നും 95-നും ഇടയിൽ സീറ്റ് ഇടതുപക്ഷം നേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് എനിക്ക് ഇടതുപക്ഷത്തിനെ സൂചിപ്പിച്ചിട്ടൊന്നും കിട്ടാനില്ല. പക്ഷെ അത് വാസ്തവമാണ്. ഇടത് ട്രെൻഡാണ്, CPMൻ്റെ ട്രെൻഡാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് മറുനാടൻ ഷാജന് അതൊന്ന് മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. മറുനാടൻ ഷാജൻ അതിനു വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.